എനിക്ക് ശരിക്കും സഞ്ജു ഇങ്ങനെ പോപ്പുലർ ആയ ഒരാളാണെന്നുള്ളതിന്റെ ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവാനിയസിന് അവധി, ഞാൻ മറ്റേ ഇതെന്താ കോളേജ് അവധി, ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം അവധി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലീവ്, എല്ലാവരും ലഡ്ഡു കൊടുക്കുന്നു, ബഹളം. പിന്നെ ലഡ്ഡു കൊടുക്കാണ് ഞാൻ തന്നെ. എല്ലാ ക്ലാസ്സിലും സഞ്ജുവിന്റെ ഒക്കെ ലഡ്ഡു വിതരണം, മോളിൽ നിന്ന് മറ്റേ പൂക്കൾ വലിച്ചെറിയുന്നു, താഴെ നിന്ന് എല്ലാരും കയറി പിടിക്കുന്നു, ഗേൾസ് എല്ലാരും. അപ്പൊ ഇതെല്ലാം കൂടെ അപ്പം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോ ഒന്ന് അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് എനിക്ക് കുറച്ച് അത്രയ്ക്ക് പോപ്പുലർ ആയത് ശരിയാവൂ എന്റെ ലൈഫ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ആക്ച്വലി. അപ്പം പക്ഷെ സഞ്ജു ഭയങ്കര നോർമലായിട്ടാണ് എന്നോട് നിൽക്കുന്നത്. അങ്ങനെ അപ്പം എനിക്ക് ആ രീതി ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് സഞ്ജു എന്നുള്ള ആളെ ഇഷ്ടപ്പെട്ട, അല്ലാതെ സഞ്ജു എന്ന സെലിബ്രിറ്റിയെ എനിക്ക് പാടായിരുന്നു. ശരിക്കും ആളായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനെ ഭയങ്കര കൂളാക്കിയിട്ടാണ് സഞ്ജു. അതെ അതെ അതെ, സഞ്ജു ഇപ്പോഴും എന്നോടല്ല എല്ലാവരോടും, സഞ്ജുവിനെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു ഫീലേ അല്ല സഞ്ജു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സഞ്ജു. ഞാൻ നേരത്തെ പിന്നെ സഞ്ജു പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഇവിടുന്ന് ചാരു കുറെ സംസാരിച്ചില്ല. ഓക്കെ, ഉറങ്ങണം, കഴിക്കണം, ഈ ഒറ്റ വാക്ക് മറുപടി. സ്വാഭാവികമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഓപ്പോസിറ്റ് ഒറ്റ വാക്ക് മറുപടി വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ സഞ്ജുവിലേക്ക് മാറ്റിയെടുത്തത്? ഈ സഞ്ജു ഇപ്പോഴും ഫോണിൽ ഒറ്റ വാക്ക് മറുപടി തന്നെയാണ്, കാലം കടന്നുപോയി. അത് ഇവിടുത്തെ സഞ്ജുവിന്റെ ഫ്രണ്ട്സ് അത് ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സഞ്ജു അധികം സംസാരിക്കില്ല, ഫോണിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ആലപ്പുഴയിൽ പോയിട്ട് ഒരാഴ്ചയായി. നമ്മൾ ഇന്നലെയാണ് പിന്നെ സംസാരിക്കുന്നത്, വിളിക്കത്തൊന്നുമില്ല. അങ്ങനെയാണ് ഫോണിലധികം കംഫർട്ട്. ഇപ്പൊ എയർപോർട്ട്സ് വന്നതിന് ശേഷം പിന്നെ ഫോൺ ഇങ്ങനെ പിടിക്കുന്ന എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഇഷ്ടമല്ല. മെസ്സേജ് ആണ് സഞ്ജു കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതും ഓക്കെ അതാണോ? അല്ലല്ല, മെസ്സേജ് മെസ്സേജിലാണല്ലോ. മെസ്സേജിലാണ് ചിലപ്പോ അത് ആ ഒരു ഇപ്പോഴും ആ വൈബ് കാത്തു സൂക്ഷിക്കാനാണെങ്കിലും ആ മെസ്സേജ് പഴയ ആ ഒരു ഫേസ്ബുക്ക് വെറുതെ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച മുളയിലെ നുള്ളി. എന്നിട്ട് അപ്പൊ ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ്. എന്നെ ഫസ്റ്റ് കാണുമ്പോ കുറച്ചൊരു ജാടയാന്ന് എല്ലാവർക്കും തോന്നാറ്. പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്താൽ ഞാൻ ഭയങ്കര കമ്പനി ആവുന്നൊരു ടൈപ്പ് ആളാണ്. അപ്പൊ ഞാൻ സഞ്ജു എനിക്കൊന്ന് വിചാരിച്ചിരുന്നു, നമ്മള് കല്യാണത്തിന് മുമ്പ് വല്ലപ്പോഴും അല്ലേ കാണും. അപ്പം സഞ്ജുവും ഹാപ്പി, ഞാനും ഹാപ്പി, ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു, പോകുന്നു. സഞ്ജു വിചാരിച്ച അപ്പോഴത്തെ ഒരു സന്തോഷമാണ് ഇത് എന്നാണ് വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് ഡേ രാവിലെ ഞാൻ എണീച്ചപ്പോ സഞ്ജു എന്നെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നു. എന്നിട്ട് വെച്ചത് എല്ലാ ദിവസവും ഇങ്ങനെയാണോ? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു സഞ്ജുൻ നമ്മള് ഫുൾ ടൈം ഒരുമിച്ചല്ലേ. അപ്പൊ ഞാൻ ഈ കുറെ ഇങ്ങനത്തെ പഴയ സിനിമ ഡയലോഗ്സും അതിന്റെയൊക്കെ സംസാരിക്കുന്ന ടൈപ്പ് ആളാ. അപ്പൊ അങ്ങനെ നമ്മളങ്ങ് കുറച്ച് മാറിയെന്ന് തോന്നുന്നു സഞ്ജു ഇല്ലേ? പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. അത് സഞ്ജു അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും മാറിയിട്ടുണ്ട്.